2. Please go and write it down, okay? Combine your reading and listening to improve your pronunciation. Are you ready? Good morning everyone. My name is Jitin and welcome to English with Jay-Z. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തരാൻ പോകുന്ന ക്ലാസ് ടിപ്പ് നമ്പർ 2. ഇന്നലെ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇംപ്രൂവ് ആക്കാൻ പറ്റുന്ന നമ്പർ 1 ടിപ്പ് നമ്മൾ ഇന്നലെ പഠിച്ചത്. ഇന്നലെ പഠിച്ച ടിപ്പാണ് ഞാൻ ഒന്ന് റെഫർ ചെയ്യാൻ വേണ്ടി ഒന്നുകൂടി പറയാമത്. Is get to know the parts of your body that you are using to speak English. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടിപ്പ് നമ്പർ 2. Please go and write it down, okay? Combine your reading and listening to improve your pronunciation. Again, ഒന്നുകൂടെ ഞാൻ വായിക്കാം. Combine your reading and listening to improve your pronunciation. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മൾ വാല്യൂ ചെയ്യേണ്ടത് നമ്മുടെ പ്രൊനൗൺസിയേഷൻ ആണ്, നമ്മുടെ ഗ്രാമർ അല്ല. ഇപ്പൊ നിങ്ങൾ നോക്കുവാണെങ്കിൽ, if you take a look into any English word and how they are written, how it is written in a paragraph or in a story, നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ആ വേർഡിന് പല രീതിയിൽ നമുക്ക് എക്സ്പ്രസ് ചെയ്യാനായിട്ട് പറ്റും. അതാണ് ഇംഗ്ലീഷിന്റെ പേര് പല ഡിഫറെന്റ് ലാംഗ്വേജ് തമ്മിൽ വലിയൊരു വ്യത്യാസം വരുന്നത്. ഇപ്പൊ ഒരു മലയാളം ആയിക്കോട്ടെ, ഹിന്ദി ആയിക്കോട്ടെ, വേറെ ഏത് ലാംഗ്വേജിൽ ഒരു വേർഡ് ആയിക്കോട്ടെ, ആ വേർഡിന് ഒരു സ്പെസിഫിക് മീനിങ്ങിന് ആ ലാംഗ്വേജിൽ ഉണ്ടാവുള്ളൂ. വേറെ ഒരു രീതിയിൽ നമുക്ക് ആ വേർഡ് ഉപയോഗിക്കാൻ പറ്റത്തില്ലായിരിക്കും. പറഞ്ഞു മനസ്സിലായില്ല. പക്ഷെ ഇംഗ്ലീഷിൽ അങ്ങനെയല്ല. ഇംഗ്ലീഷിൽ നമുക്ക് വേർഡുകൾ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. പല സ്ട്രെസ് കൊടുത്ത്, പല ടോൺ കൊടുത്ത്, പല സ്ഥലങ്ങളിൽ പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പൊ അത് എങ്ങനെയാണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് ഒരു റീഡിംഗ് ഹാബിറ്റും ലിസണിംഗ് ഹാബിറ്റും ഉണ്ടായിരിക്കണം. ഇത് നമ്മൾ ഒരുമിച്ച് ചെയ്യണം. We have to do the reading and listening together. എന്ന് വെച്ചാൽ ഞാൻ എക്സാമ്പിൾ നിങ്ങളോട് പറയാം. First thing that you have to do is that you need to, നിങ്ങൾക്ക് ഒരു ഫേവറേറ്റ് ആർട്ടിസ്റ്റ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് വായിക്കാൻ താല്പര്യമുള്ള നോവൽ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഇനി വായിക്കണം ഓഡിയോ വായിച്ച് കഴിഞ്ഞ നോവൽ ഉണ്ടായിരിക്കും, അല്ലേ? സോ വാട്ട് യു നീഡ് ടു ഡു ഇസ് ദാറ്റ് നിങ്ങൾ ഈ നോവൽ വായിക്കുന്നത് അതേ സമയത്ത് തന്നെ ആ നോവലിന്റെ ഓഡിയോ ക്ലിപ്പ് നിങ്ങൾ കേൾക്കണം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോവലിന്റെ ഫുൾ സെക്ഷൻ മൊത്തം വായിക്കാനല്ല നമ്മളോട് പറയുന്നത്. ജസ്റ്റ് 1 paragraph, maybe 2 paragraphs. ഈ പാരഗ്രാഫ്സ് നമ്മൾ വായിക്കാൻ നേരത്ത് യൂട്യൂബിലൊക്കെ കയറിയാൽ മതി, അതിന്റെ ഓഡിയോ കിട്ടുമായിരിക്കും, അതിന്റെ ഓഡിയോ വേർഷൻ കിട്ടും, അല്ലെങ്കിൽ ഗൂഗിളിൽ കിട്ടും അതിന്റെ ഓഡിയോ വേർഷൻ. അതൊന്ന് പ്ലഗ് ഇൻ ടു യുവർ ഫോൺ, പ്ലഗ് യൂസിങ് എ headphone, plug into it, put it on your ear and just read and listen to what exactly you are reading at the same time. Read in your mind, listen to the script at the same time. Do this simultaneously. 2, 3, 4, 5 പ്രാവശ്യം നിങ്ങൾ ചെയ്യുക every day, at least 3 to 4 times. ഇതിലെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിലൊക്കെ ഒരു പ്രാവശ്യം ഒരു കാര്യം പറഞ്ഞാൽ ഫീഡ് ആവത്തില്ല. ഒരു 2, 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താൽ, if you repeat something 2 or 3 times, it get feed in your mind. ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ മൈൻഡിൽ ഫീഡ് ആയിട്ട് കിട്ടും. അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ഹാബിറ്റ് പയ്യെ വളർത്തിയെടുക്കുകയാണെങ്കിൽ 2 കാര്യം നിങ്ങൾക്ക് ഉണ്ട് ഇതിനകത്ത്. ഫസ്റ്റ്, നിങ്ങൾ ഇനി എവിടെയെങ്കിലും ഈ വേർഡ് എവിടെയെങ്കിലും കാണുവാണെങ്കിൽ ഈ വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഈ വേർഡിന്റെ സ്പെല്ലിംഗ് നിങ്ങൾ എവിടെയെങ്കിലും കാണുവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ വേർഡിന്റെ പ്രൊനൗൺസിയേഷൻ വേറെ എവിടെയെങ്കിലും കേൾക്കുമെന്ന് വെച്ചോ, ഇത് എങ്ങനെയാണ് സ്പെല്ലിംഗ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓരോ സാഹചര്യങ്ങളിൽ എങ്ങനെയാണ് ഇതിന് certain സ്ട്രെസ് കൊടുക്കേണ്ടത്, certain ടോൺ കൊടുക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിന് ഈ ടിപ്പ് വെരി ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്പർ 2 ടിപ്പ് is the second main tip to improve your language is combine your reading and listening together. Like I said, please make sure that you can get onto Google, you can get onto YouTube, you can find a lot of different varieties of videos all over the internet for free. So, who is your favorite artist? Who is your favorite, whatever is your favorite novel? Just go ahead and read it. At the same time, listen to the audio clip as well. And eventually, slow by slow, that will improve your language. So, thank you so much everyone. നിങ്ങൾ ഈ ചാനൽ കാണണം, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, നിങ്ങൾ ഈ ചാനൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ, എന്റെ മെയിൻ ഐഡിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുക, നിങ്ങളുടെ ലാംഗ്വേജ് ഇംപ്രൂവ് ആക്കുക. സോ മേക്ക് ഷുവർ ദാറ്റ് യു സബ്സ്ക്രൈബ് റൈറ്റ് ഹിയർ ആൻഡ് യു ലൈക്ക് റൈറ്റ് ഹിയർ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. And I'll be back next week with some new videos, with some new tips and tricks to improve your language. You have a great day. Thank you so much. Bye bye.